കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ആരാധന, സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന കർത്താവേ, സ്തുതിക്കുന്നു. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായി നിന്നുകൊണ്ട് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന. കർത്താവേ, അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുവാൻ ഞങ്ങൾ അനുവദിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ,
കൂടുതൽ വിശ്വാസ തീക്ഷ്ണതയോടുകൂടി ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേ പ്രഘോഷിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നയിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങൾ ഈ ആരാധനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുവാനും അങ്ങനെ ഞങ്ങൾ ആത്മീയതയിൽ വളരുവാനായിട്ടും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ ഉടമ്പടി എടുത്തവരുടെ ഉടമ്പടിയുടെ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഉടമ്പടി ധ്യാനത്തിലാണ്. വണ്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഡ്രൈവിംഗ് പഠിക്കണ്ടേ. ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാലും വണ്ടി വാങ്ങിച്ച പോലെ ആകത്തുള്ളൂ. വണ്ടി വാങ്ങിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം, പിന്നെ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായിരിക്കണം, ടെസ്റ്റ് പാസ്സാകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഈ ആഴ്ചയിൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയണത്. അല്ല ഞാൻ എവിടുന്നെങ്കിലും നോക്കി വായിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ബൈബിൾ സ്വന്തമായത് ബൈബിൾ മാത്രമേ വായിക്കത്തുള്ളൂ. ബൈബിളിൻ്റെ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ വിഷയത്തിൽ വന്നാൽ സഭ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് നോക്കും. സഭയുടെ പുസ്തകങ്ങളുണ്ട്, സഭയുടെ കമൻട്രീസ് ഉണ്ട്, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഉണ്ട്. സഭയ്ക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ പഠനങ്ങളുണ്ട്. അപ്പം എനിക്ക് സംശയം വന്നാൽ ഞാൻ സഭയുടെ സ്റ്റാൻഡ് പിന്നെ പറയത്തുള്ളൂ ആ വിഷയത്തിൽ. പക്ഷെ അതേസമയം തന്നെ ഉടമ്പടിയിൽ എപ്പോഴും ഇതൊരു പുതിയ ദൈവ സംവിധാനമാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ ബേസിൽ ഇതൊരു നമ്മളുടെ ധ്യാനം നമുക്കറിയണം. നമ്മളെന്താ ചെയ്തിരിക്കണം, നമ്മൾ എടുത്തിരിക്കുന്നത് മരിയൻ കവനൻ്റാണ്. മാതാവിലൂടെ വെളിപ്പെട്ട മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ആധ്യാത്മിക പരിചരണം, അതാണ് മരിയൻ ഉടമ്പടി. ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയണത് പഴയ നിയമ ഉടമ്പടിയും. പഴയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനം അതിൻ്റെ ആക്ടിവേഷൻ ഫോക്കസ് വാഗ്ദാന പേടകവുമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്ക് ഓഫ് ദി കവനൻ്റ് വരണത്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയും വാഗ്ദാന പേടകമാണ്, പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ്. ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകും. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാകല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്യണത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സുമാണ്, ഗ്രേസുമാണ്. അതിന് എല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ. രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിനെ, ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക. ദൈവാനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത്, മറിച്ച് രക്ഷ പ്രാപിക്കുക എന്നാണ് പറയണത്. ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ അനുതാപത്തിലാണ് അതിൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത്. അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു. നിങ്ങളെ അനുതപിച്ചാൽ ഐശ്വര്യം
ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന്. ഫിസിക്കൽ ഫേവേഴ്സ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ്. ഈ ഫിസിക്കൽ ഫേവേഴ്സിന് പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു, അതിൽ തന്നെ ദൈവികമായ രക്ഷ ഉണ്ടായി. പുതിയ നിയമകാലം വന്നപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. 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 യേശുവേ ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതി പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഖ്യവൂസിനെ കൊടുക്കണത് 2 ഗ്രേസും കൊടുക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയാം അല്ലേ? 19:9 ലൂക്കായുടെ സുവിശേഷം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 19:9. യേശു അവനോട് പറഞ്ഞു, യേശു യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പം രക്ഷ കൈവരിക, രക്ഷ ലഭിക്കുക, രക്ഷ പ്രാപിക്കുക നമുക്ക് ലഭിക്കുന്നൊരു വിഷയമാണ്. അപ്പം നമ്മൾക്ക് ബൈബിൾ വെളിപാടിൽ നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ്. രക്ഷ എന്ന ബൈബിൾ പറയണത് അതിൻ്റെ അകത്ത് ഇപ്പം സഖ്യവൂസ് നല്ല ധനാഢ്യനാണ്. അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ, ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം, വെടിപ്പായിട്ടൊരു ജലദോഷം വന്നാൽ അമ്പാനിയുടെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല. 5000 രൂപ കോടി രൂപ മുടക്കി കല്യാണം നടത്തിയെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്നാൽ മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല. കാര്യം അതുകൊണ്ടല്ലേ ആൾക്കാർ മരിച്ചു പോണത്, കയ്യിരിക്കണ കാശ് മുതലാകാത്ത കൊണ്ടല്ലേ. അതാണ് വിഷയം. അപ്പോൾ ധനം ഇപ്പോൾ സഖ്യവൂസ് ധനം ഉണ്ടെന്നേ ഉള്ളൂ. ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത്. അതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നത്. അപ്പോൾ ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിജ്വൽ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അനുഗ്രഹം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗം ഒരു ഭവനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് കിട്ടണത്. ദൈവം ഒത്തിരി കൊതിക്കുന്നുണ്ട് ഭവനമായി നമ്മൾ നിലനിൽക്കാൻ. നിങ്ങളൊത്തിരി കൊതിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകാൻ. അതാണ് ഒരു വ്യത്യാസം വരേണ്ടത്. അപ്പോൾ ദൈവത്തോട് യോജിക്കണം. കാര്യം ഈ വയസ്സ് 1-2 പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾ ഡിസ്റ്റർബൻസ് ഇല്ല, ആരും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഭർത്താവിനെ ചുമക്കണ്ട, ഭർത്താവിൻ്റെ അപ്പനെ ചുമക്കണ്ട, അമ്മയെ ചുമക്കണ്ട. ഇത് തറവാട്ട് വീട്ടിലാണെങ്കിൽ കയറി ഇറങ്ങണ നാത്തുമാരെ ചുമക്കണ്ട, വെള്ളം ഫ്രീ ആയി. എവിടെയെങ്കിലും നമ്മളെ കിട്ടുന്ന ശമ്പളം എടുത്തൊരു വാടകയ്ക്ക് വിട്ടി പോയി കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ അതോടുകൂടി ഇതിൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലോക്ക് ആവും. കാര്യം ഭവനത്തിനാണ് അലോട്ട്മെൻ്റ് ഉള്ളത്. നിങ്ങൾ ബൈബിൾ പഠിക്കണത് എന്തിനാ? ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കാനാണ്. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഭവനമായി നിലനിർത്തണമേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിൻ്റെ സാക്ഷ്യം കേട്ട്, പേര് സാമുവൽ സിബി. ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സാമുവൽ സിബിയുടെ സാക്ഷ്യം. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം പറയണത് ഞങ്ങൾ എവിടെയായിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണതെന്ന്. അത് ഭയങ്കരമാണ്. ഞങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രെയർ ചെയ്യും. കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൽ ഏറ്റവും നിങ്ങൾ കൊതിക്കണം. ഈ സാമൂഹ്യം പറയുന്നൊരു സംഭവമുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും 6:30 വീട്ടിൽ വരാൻ നോക്കും. അപ്പനാണ് പറയണത് നോക്കണം. സാധാരണ അപ്പന്മാരാണ് വരാത്തത്.
സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത്, ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത്. അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ സാമൂല പറയണത്, ഞങ്ങൾ എവിടെ പോയാലും, ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ 6:30 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും. എന്താ കാര്യം? കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന്. എന്നാ രസമൊക്കെ കേൾക്കാൻ. ആ സാമൂഹിക സാക്ഷി നിങ്ങൾ കേൾക്കണം, നല്ല ഹൃദ്യമാണ്. അതിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ്, ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന്. അപ്പന്മാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ. അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത്. അപ്പോൾ ആ ഒരു ഭവനമായി ദൈവതിരുസന്നിധിയിൽ ടാപ്പിംഗ് അലോട്ട്മെൻ്റ് ഉള്ളത് ഭവനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരുമൊക്കെ ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഇനി എനിക്ക് 4 പേരുടെ കൃപയാണ്, ഷെയറാണ് തരാൻ പോണത് ദൈവം. അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും 2 മക്കളും 3 മക്കൾ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സാഹചര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരട്ടെ. പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും, റേഷൻ കൂടും അത്രയും. നമ്മുടെ റേഷൻ കാർഡ് അങ്ങനെയല്ലേ. നമ്മുടെ ആൾക്കാരുടെ 2 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും. ഇതുപോലെ ദൈവതിരുസന്നിധി കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും. അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സാണല്ലോ എടുത്തത്. കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുമെന്നല്ലേ പറഞ്ഞത്. അതല്ല, കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും, ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ മുട്ടുകുത്താനുള്ള ആൾ കൂടും, കർത്താവും ഞങ്ങളെന്ന് പറഞ്ഞതിനൊരർത്ഥം ഉണ്ടാകും. സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ, അല്ലേ? ദൈവത്തിരുസന്നിധി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ. അതിൻ്റെ അകത്ത് ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാണ്, അല്ല ഞങ്ങളുടെ പിതാവേ. അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവന പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ പറയും ഭവനത്തിന് രക്ഷകൈ വന്നിരിക്കുക. അപ്പോൾ സക്കേവൂസാണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ്. അത് വലിയ ഒരു എപ്പോഴും ഓർത്തേക്കണം. അത് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ ദൈവഭവനമായി സംരക്ഷിച്ചു നിലനിർത്തണമേ. അപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറിൻ മാറ്ററിനെ കയറ്റരുത്. നിങ്ങൾ ഒരു കുടുംബമായാൽ അവരിരുവരും ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറിൻ മാറ്ററാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരും. ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിൽ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിന് അങ്കുലിയൻ ചാർത്തനുണ്ട്. ഈശോ അത് പഴയ നിയമത്തിൽ ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല. എടുത്ത കാര്യങ്ങൾക്കെല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും. അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കും, അച്ഛാ എങ്ങനെയാണ് അച്ഛാ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് കൂടിയ കൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് വേണ്ടത് ഇപ്പം അന്നാളുകളിൽ എന്താണ്, മിശിഹാക്കാലം വരത്തില്ലേ? മിശിഹാക്കാലത്തിനെ കുറിച്ച് എന്താ പറയണത്? അന്നാളുകളിൽ സിംഹവും അതുപോലെ തന്നെ കരടിയും സിംഹവും ഒരുമിച്ച് മേയും. കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 11:6. യെശയ്യാ 11:6. ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ച് വസിക്കും. പണിയായി. അമ്മായിയമ്മയും മരുമകളും കൂടി ഒരുമിച്ച് വസിക്കുമെന്നാണ് പറയണത്. 2 സ്വഭാവമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് ഈശോ ദൈവത്തിന് അറിയാം ഇതിൻ്റെ അത് ചെന്നായി ഉണ്ട്. അതിനെ ചിലപ്പോൾ മരുമകളായിരിക്കും ചെന്ന, ചിലപ്പോൾ അമ്മായിയമ്മയായിരിക്കും ആട്ടിൻകുട്ടി. ആരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ സംഭവത്തിന് ഒരുമിച്ച് താമസിക്കുമെന്ന് പറയണത് ആ ഭാഗം ഒന്ന് വായിക്കണം കേട്ടാ. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയണത് അനോയിൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. അനോയിൻറ്റിങ് ഉണ്ടെങ്കിൽ ഇത് അനോയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ബൈബിളിൽ ഇങ്ങനെയുള്ള ചേരാത്തവ ചേർക്കുന്ന സംവിധാനത്തിൻ്റെ പേരാണ് അനോയിൻറ്റിങ് എന്ന്. അത് സ്പെഷ്യൽ അഭിഷേകം കിട്ടും നമുക്ക്.